ആസിഫ് അലിയെ പരസ്യമായി അപമാനിച്ച സംഭവത്തെ തുടർന്നുണ്ടായ വിവാദം അവസാനിപ്പിക്കാൻ സിനിമാ സംഘടനകൾ ശ്രമം ആരംഭിച്ചു. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മുൻകൈയെടുത്താണ് രമേശ് നാരായണൻ ആസിഫ് അലിയെ ഫോണിൽ ബന്ധപ്പെട്ടത്. ആസിഫിനെ ശക്തമായി പിന്തുണയ്ക്കുമ്പോഴും വിവാദം തുടരരുത് എന്നാണ് സംഘടനകളുടെ നിലപാട്. രമേശ് നാരായണന് വീഴ്ച സംഭവിച്ചതായാണ് സിനിമാ സംഘടനകളുടെ വിലയിരുത്തൽ. സംഭവം വിവാദമായതിനെ തുടർന്ന് രമേശ് നാരായണനോട് ഫെഫ്ക വിശദീകരണം തേടുകയും ചെയ്തു. ആസിഫ് അലിക്ക് എല്ലാ പിന്തുണയും നൽകുകയാണ് സിനിമാ സംഘടനകൾ. നടന്നത് നടക്കാൻ പാടില്ലാത്തതാണ്. ആസിഫിനോടൊപ്പമാണ് ഈ വിഷയത്തിൽ. ശ്രീ രമേശ് നാരായണനെ പോലെ ഉന്നതനായ ഒരു കലാകാരൻ കുറേ കൂടി പക്വത കാണിക്കണമായിരുന്നു, വിവേകം കാണിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച അഭിപ്രായം. ഒപ്പം പ്രശ്നം പരിഹരിക്കാനും ശ്രമം ആരംഭിച്ചു. ഫെഫ്ക മുൻകൈയെടുത്താണ് ആസിഫ് അലിയും രമേശ് നാരായണനും തമ്മിൽ ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം അതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നടന്നതിനകത്ത് ഖേദിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് ആസിഫുമായിട്ട് സംസാരിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇതിനിടെ ആസിഫിനെ പിന്തുണച്ചും രമേശ് നാരായണനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും യുവനടൻ ധ്യാൻ രംഗത്തെത്തി. ഇന്നത്തെ ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളിൽ തട്ടിയിരുന്നു. അപ്പോൾ പച്ചക്കള്ളല്ലേ, പുള്ളി തോളിലൊന്നും തട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലായപ്പോൾ പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദീഖും ആസിഫിനെ പിന്തുണച്ച് സമൂഹ മാധ്യമത്തിലൂടെ രംഗത്തെത്തിയിരുന്നു. എങ്കിലും തനിക്ക് പരാതിയില്ല എന്ന ആസിഫിൻ്റെ പ്രഖ്യാപനത്തോടെ വിവാദം അവസാനിച്ചു എന്ന നിലപാടിലാണ് സംഘടനകൾ. കൈരളി ന്യൂസ്, കൊച്ചി.